4.5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ളൊരു വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്, പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ട്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വളരെ വലിയ റോഡിൽ നിന്നാണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കുന്ന റോഡാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഒരു ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുകൾ കാണാം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഒരു ബാൽക്കണിയാണ്. 2 ബാൽക്കണികൾ വരുന്നുണ്ട്. ഒരെണ്ണം ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഒരു ബാൽക്കണി ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 4-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡിസൈൻ വർക്ക് കാണാം. അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. മതിലിന് പുറത്തുകൂടെ സ്ലൈഡ് ചെയ്ത് പോകത്തക്ക രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് GI ഷീറ്റും സ്കോട്ടും ഒക്കെ ഉപയോഗിച്ച് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റ്. ഈ വീട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം 10 കിലോമീറ്ററാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഒരു 1.5 കിലോമീറ്റർ താഴെയാണ് വരുന്നത്. തക്കതീസ് ഹോസ്പിറ്റൽ അടുത്തുണ്ട്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴെയാണ് ദൂരം. സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഒരു 2.5 കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം വരിക. ചാർട്ടർ സ്കൂളിലേക്ക്, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കെല്ലാം 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് വരുമ്പോൾ ഇതാണ് കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് വെച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ്. അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് വരാനുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കാർ പോർച്ചിൽ നിന്ന് വലിയൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. ഈ കാർ പോർച്ചിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയ രണ്ട് പില്ലറുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. കൃത്യമായും വടക്ക് കിഴക്കേ മൂലയിൽ തന്നെ ഇവിടെ കിണറും നൽകിയിട്ടുണ്ട്. ഒരു വാഹനം നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ ഇവിടെ കാണാം. അവിടെ ടെക്സ്ചർ വർക്കുകൾ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനൽ നോക്കുമ്പോൾ അറിയാം, ഒരു പർഗോള ഷേപ്പിലുള്ള ജനലുകളാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് എല്ലാം പെവൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ സിറ്റ് ഔട്ടാണ്. ഒരു 3-4 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള വലിയ സിറ്റ് ഔട്ട്. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. പാനലിംഗ് വർക്ക് കട്ടളകൾക്ക് ചെയ്തിട്ടുണ്ട്. മഹാഗനി വുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. മോഡേൺ ഡിസൈൻ തന്നെയാണ് മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ ലിവിങ് സ്പേസ് ആണ്. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. വലിയൊരു സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ജനലുകൾക്ക് 2 മോഡേൺ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഫേസ് കണക്ഷനാണ് ഈ വീട്ടിൽ വരുന്നത്. അതിൻ്റെ മീറ്റർ ബോക്സ് അല്ല, LCB ഒക്കെ വെക്കുന്ന ബോക്സാണ്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. ലൂവർ ഡിസൈൻ PVC ലൂവേഴ്സ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് TV വെക്കാനുള്ള സ്പേസ്. അതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നു. മുകളിൽ ഒരു ലെഡ്ജ് വരുന്നുണ്ട്. അവിടെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ TV യൂണിറ്റിനോട് ചേർന്ന് ഇവിടെയും ഒരു ലെഡ്ജല്ല, ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഷേപ്പിലാണ് അത് വരുന്നത്. അവിടെയും നമുക്ക് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയാണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. വലിയൊരു സ്പേസ് തന്നെ ഈ ഡൈനിങ് ഏരിയയ്ക്ക് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ക്യൂരിയോ സ്പേസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്. കിച്ചൻ്റെ പുറത്തുള്ള ഭാഗമാണ്. ഇവിടെ ഒരു കോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ആ ലൂവർ ഡിസൈനിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ നിന്ന് LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കാണാം. ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നോക്കിയാൽ അറിയാം, വലിയ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്രേ കളറാണ് ഈ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. മുകളിൽ കൊടുത്തിട്ടുണ്ട്, താഴെയും എല്ലാം കബോർഡുകൾ വരുന്നുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ കിച്ചൺ വിൻഡോ വരുന്നത് കാണാം. കാർ പോർച്ചിൻ്റെ പുറകുവശമാണ് ഇവിടെ വരുന്നത്. ഈ കൗണ്ടർ ടോപ്പിന് വരുന്നത് വൈറ്റ് കളർ ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് സിങ്ക് വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ചേർന്ന് വലിയ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി
അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. രണ്ട് വശത്തേക്കും ഫ്രണ്ടിലേക്കും പുറത്തേക്കും തുറക്കാവുന്ന 2 വാതിലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഈ വീടിന് 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. 4 ബെഡ്റൂമുള്ള വീടാണിത്. ഇവിടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഡോറ് വുഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു മഹാഗണി വുഡാണ്. ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വലിയ ബെഡ്റൂം നൽകിയിട്ടുണ്ട്. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ജനലുകൾക്ക് മൾട്ടിവുഡ് വെച്ചിട്ടുള്ള പാനലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വലിയ വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. PVC ലാമിനേഷൻ ഷീറ്റുകളാണ് ഗ്ലോസി ഫിനിഷ് വരുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടില്ല, കബോർഡിന് ചേർന്ന് കൊടുത്തിട്ടില്ല. അതിന് പകരം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ കാണാം. ഇവിടെ ചെറിയൊരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വരുന്നുണ്ട്. ഇവിടെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ചെറിയ ഫോൾ സീലിംഗ് വർക്ക്, പ്ലെയിൻ ഫോൾ സീലിംഗ് വർക്കാണ്. ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ആ ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ വൈറ്റ് കളറിലാണ് വാൾ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈലെല്ലാം അപ്പോക്സ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. സെറൈഡേഴ്സാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഷവർ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ വാഷ് ബേസിൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാത്റൂമിൻ്റെ കാര്യം. ഇനി താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ്. ഈ ബെഡ്റൂമുകളുടെ ഡോറുകൾക്കെല്ലാം പാനൽ വർക്ക് കാണാം. സെയിം തന്നെയാണ് ഡോറുകൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. 2 ബെഡ്റൂമുകളും വലിയ സ്പേഷ്യസ് ആയിട്ട് ഉള്ളത് തന്നെയാണ്. ഇവിടുത്തെ വാർഡ്രോബ് ചെറുത് ഒരു സ്പേസ് ഇവിടെ കുറവുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിൽ 4 പാളികളായിരുന്നു, ഇത് 3 പാളികളേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ ചെറിയ ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, മുകളിൽ ഫോൾ സീലിംഗ് വർക്കും കാണാം. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ മിററും ഒരു വാനിറ്റി കൗണ്ടറും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ബാത്റൂം ഇതാണ്. നേരത്തെ കണ്ട വാൾ ടൈല് തന്നെയാണ് ഇവിടെ വരുന്നത്. കുറച്ചുകൂടി വലിപ്പം ഈ ബാത്റൂമിനുണ്ട്. ബാക്കിയുള്ള ഫിറ്റിങ്സുകളും കാര്യങ്ങളും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഈ ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ നിന്നാണ്. ഹാൻഡ് റെയിൽ ഇവിടെ നൽകിയിരിക്കുന്ന വുഡാണ്. ഇവിടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്കും നമുക്ക് കാണാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയാണ്. അവിടെ നമുക്കൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും കാണാം. ഈ അപ്പർ ലിവിങ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. താഴത്തെ ലിവിങ് സ്പേസിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ സ്പേസ് വരുന്നത്. അപ്പോൾ ഒരേ സ്പേസ് തന്നെയാണ്, ലിവിങ് സ്പേസിൻ്റെ അതേ അളവ് തന്നെയാണ് വരുന്നത്. ഇവിടെ TV യൂണിറ്റ് കാണാം. സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. സെയിം ജനലുകൾ തന്നെയാണ്. ഫ്രണ്ടിൽ എലിവേറ്ററിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അവിടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട അതേ സ്പേസിൽ തന്നെ 2 ബെഡ്റൂമുകൾ ഒരേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം സ്പേസ് തന്നെയാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിന് ഒരു വേറെ സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ ആയിരുന്നു. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ്. മുകളിൽ നിന്ന് തന്നെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പേസ് എല്ലാം സെയിം തന്നെയാണ്. ഇനി 4ാമത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാനുള്ളത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇതാണ് വലിയ സ്പേസ് തന്നെ. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയുള്ള സ്പേസ് തന്നെയാണ്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മുകളിൽ 2 ബെഡ്റൂമുകൾക്കും ഈ ഡ്രസ്സിങ് ഏരിയ കബോർഡിന് ചേർന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ആ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. വൈറ്റ് കളർ ടൈലുകളാണ് ഈ ബാത്റൂമിന് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഭംഗിയുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. മുകളിലത്തെ അപ്പർ ലിവിങ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ ഭാഗം ഒരു ബെഡ്റൂം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ
ഇതൊരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഭാഗമാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂമാക്കി എടുക്കാവുന്ന രീതിയിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. ആ പുറത്തുനിന്ന് നോക്കിയപ്പോൾ 2 ബാൽക്കണി കണ്ടിരുന്നു. ഈ സ്പേസിൽ നിന്നാണ് ആ ബാൽക്കണി നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിനൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് ആ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മുകളിൽ ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഡോർ തുറന്നാൽ ഒരു ഗോവണി അവൈലബിൾ ആണ്. ഇതിലൂടെ നമുക്ക് മുകളിലേക്കും പോകാം. ഇനി മെയിൻ ബാൽക്കണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെയിൻ ബാൽക്കണി വരുന്നത് ആ അപ്പർ ലിവിങ് സ്പേസിൻ്റെ തൊട്ട് ചേർന്നതിൻ്റെ ആ മുകളിലത്തെ ഈ ഭാഗത്ത് TV യൂണിറ്റ് വരുന്ന അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ബാൽക്കണി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ കാണാം. ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനലും ഹാൻഡ് റെയിൽ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ മുകളിൽ ലോവർ പാർട്ടയും കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ എലിവേഷനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടെ സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിരിക്കുന്നു. 4 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നല്ലൊരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കിഴക്കമ്പലത്താണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് 300 മീറ്റർ മാത്രമാണ് ദൂരം. ചാർട്ടർ സ്കൂളിലേക്ക് ഏകദേശം 1 കിലോമീറ്ററാണ് ദൂരം. പൂക്കാട്ടുപടിക്കും ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ടാകും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 93 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.